കള്ളനെ കുടുക്കാനും ബുദ്ധി. ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചാൽ ഏതു കുഴഞ്ഞ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പറ്റും. സൂത്രകാരനായ കള്ളനെ വരെ പിടിക്കാൻ പറ്റും. ബീർബൽ അത് തെളിയിച്ച കഥ പറയാം. ഒരിടത്ത് ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം കുറേയേറെ ചരക്കുകൾ വിറ്റു. ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ സമ്പാദിച്ചു. അത്രയും പണം എങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും? അദ്ദേഹം ആലോചിച്ചു. അവസാനം ഒരു വഴി കണ്ടെത്തി. മുഴുവൻ പണവും കൊടുത്ത് സ്വർണം വാങ്ങുക. സ്വർണത്തിനിരിക്കാൻ കുറച്ചു സ്ഥലം മതിയല്ലോ. അദ്ദേഹം സ്വർണ്ണക്കട്ടികൾ വാങ്ങി ഒരു സഞ്ചിയിലാക്കി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു. പക്ഷേ പിറ്റേന്നുണർന്നു നോക്കിയപ്പോൾ സ്വർണ്ണ സഞ്ചിയില്ല. ആരോ എടുത്തു മാറ്റിയിരിക്കുന്നു. സ്വർണം ഒളിച്ചു വെക്കുന്നത് വീട്ടിലെ വേലക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരിലൊരാളാണത് മോഷ്ടിച്ചത്. എന്നാൽ അവരാരും കുറ്റം സമ്മതിച്ചില്ല. ഇനി എന്തു ചെയ്യും? വ്യാപാരി നേരെ ചക്രവർത്തിയുടെ മുന്നിലെത്തി. അക്ബർ ചക്രവർത്തി രാജസദസ്സിലിരിക്കുകയായിരുന്നു. ജനങ്ങളുടെ പരാതി കേൾക്കുകയായിരുന്നു. വ്യാപാരിയുടെ പരാതിയും ചക്രവർത്തി കേട്ടു. വേലക്കാരെ തല്ലാതെ കുറ്റം ചെയ്തയാളിനെ കണ്ടുപിടിക്കണം. അതിനെന്താണൊരു മാർഗം? ചക്രവർത്തി ചോദിച്ചു. ആർക്കും ഒരു വഴിയും പറയാനില്ലായിരുന്നു. അപ്പോൾ ബീർബൽ പറഞ്ഞു, ഞാൻ യഥാർത്ഥ മോഷ്ടാവിനെ ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കാം. ബീർബൽ പറഞ്ഞതനുസരിച്ച് വ്യാപാരി തൻ്റെ വീട്ടിലെ 4 ജോലിക്കാരെയും കൊട്ടാരത്തിലെത്തിച്ചു. രാജസദസ്സിൽ വെച്ച് ബീർബൽ അവരെ ചോദ്യം ചെയ്തു. എന്നാൽ ആരും കുറ്റം ഏറ്റുപറഞ്ഞില്ല. അപ്പോൾ ബീർബൽ എവിടെ നിന്നോ 4 വടികൾ എടുത്തു കൊണ്ടുവന്നു. 4നും ഒരേ നീളമായിരുന്നു. 4ന്മേലും എന്തോ മാന്ത്രിക എഴുത്തുമുണ്ടായിരുന്നു. ബീർബൽ വേലക്കാരോട് പറഞ്ഞു, ഇതാ 4 മാന്ത്രിക വടികൾ. നിങ്ങൾ ഓരോരുത്തരും ഓരോ വടി എടുത്തുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് പോവുക. നാളെ രാവിലെ വടിയുമായി തിരിച്ചും വരിക. മോഷ്ടാവിൻ്റെ വീട്ടിൽ വെച്ച വടിയുടെ മാത്രം നീളം 1 ഇഞ്ച് കൂടും. ആരുടെ വടിയാണ് വളർന്നതെന്ന് നോക്കി ഞാൻ മോഷ്ടാവിനെ കണ്ടുപിടിക്കും. ജോലിക്കാർ വടികളുമായി പോയി. പിറ്റേന്ന് വടികളുമായി തിരിച്ചെത്തി. രാജസദസ്സിൽ ചക്രവർത്തിയും അംഗങ്ങളും കാത്തിരിക്കുകയായിരുന്നു. വളരുന്ന വടിയോ? മാന്ത്രിക വടി. അതിൻ്റെ മാന്ത്രിക വിദ്യ കാണാൻ എല്ലാവരും കാത്തിരുന്നു. ബീർബൽ ഓരോ ജോലിക്കാരൻ്റെയും കയ്യിലിരുന്ന വടി വാങ്ങി കൃത്യമായി അളന്നു നോക്കി. എന്നിട്ട് അവരിലൊരാളിൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, നീയാണ് മോഷ്ടാവ്. മാന്ത്രിക വടി സത്യം എനിക്ക് കാണിച്ചു തന്നു. അത് കേട്ടതോടെ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചക്രവർത്തിയുടെ കാൽക്കീഴിൽ വീണു. എന്നോട് ക്ഷമിക്കണേ, ഞാനാണ് മോഷ്ടിച്ചത്. എനിക്കൊരു തെറ്റുപറ്റി. ഇനി ഞാൻ ഒരിക്കലും ഒന്നും മോഷ്ടിക്കില്ല. എങ്ങനെയായിരുന്നു ബീർബൽ കള്ളനെ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? മാന്ത്രിക വടികളെല്ലാം സാധാരണ വടികൾ മാത്രമായിരുന്നു. കള്ളന് തൻ്റെ വടി 1 ഇഞ്ച് വളരുമെന്ന് പേടിയുണ്ടായിരുന്നു. അതിനാൽ അവൻ തൻ്റെ വടിയിൽ നിന്നും 1 ഇഞ്ച് മുറിച്ചു മാറ്റി. ബീർബൽ വടി അളന്നപ്പോൾ 1 ഇഞ്ച് നീളം കുറവ്. അങ്ങനെ കള്ളം തെളിഞ്ഞു. കണ്ടോ ബുദ്ധി ഉപയോഗിച്ച് കള്ളനെ കണ്ടുപിടിച്ചത്.